അസ്സലാമലൈക്കും. ഇന്ന് നമ്മളൊരു കറിന്റെ കണ്ടന്റ് ആയിട്ടാ വരുന്നേ. നമുക്ക് മത്തീന്റെ ഒരു കറി ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അന്ന് ചൂടായി വരട്ടെ. രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഇഞ്ചി അരിഞ്ഞ ഇട്ടെടുത്ത്, വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ടെടുത്തിട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു 3 പച്ചമുളക് കീറിയതാണ്. അപ്പൊ അതും കൂടെ ഇട്ടുകൊടുത്ത്, ഇനി ഒരു ഉള്ളിന്റെ പകുതി ഇട്ടോ. അപ്പൊ അതും കൂടെ ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്ത് നമുക്ക് ആക്കൊന്ന് നല്ലോണം താളിച്ചെടുക്കട്ടോ. മത്തി ഇങ്ങനെ നമ്മൾ മീൻകറി ഇങ്ങനെ താളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പൊ 2 തക്കാളി മുറിച്ചിട്ട്, ചെറിയ തക്കാളി കേട്ടോ, 2 എടുത്തത്, അതുകൊണ്ടാണ്. അപ്പൊ അതും കൂടെ ഒന്ന് നല്ലോണം യോജിപ്പിച്ചെടുക്കാം. അപ്പൊ തക്കാളിയൊക്കെ ഒന്ന് താളി വന്നുണ്ട്. ഒരു സ്പൂൺ മുളക് പൊടി, വലിയ ടീസ്പൂണാണ് കേട്ടോ. മല്ലിപ്പൊടി കുറച്ച മതി, വല്ലാതെ വലിയ മത്തിയല്ല, കുറച്ചൊരു ചെറുതാണ്, പക്ഷെ നല്ല ചെറുതും അല്ല. അപ്പൊ ഒരു ലേശം മല്ലിപ്പൊടി നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ ഒന്ന് നമ്മൾ താളിച്ച് നല്ല രീതിയിൽ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് വെച്ചാല് നല്ലൊരു കറി ആയിരിക്കും കേട്ടോ. ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട്, പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, നോക്കിയിട്ട് ഇടാലോ. നമുക്ക് പുളിന്റെ വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. പുളി വീഞ്ഞ് വെച്ചതാണ്, അപ്പൊ അത് അതിലോട്ട് ഒഴിച്ചെടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് തേങ്ങ അരപ്പ് റെഡിയാക്കി എടുക്കാം. ഒരു 1/4 സ്പൂണ് പെരിഞ്ജീരകം, ഒരു 2-3 ചുവന്നുള്ളി, എല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. നമ്മൾ അരപ്പ് മസാല ഒക്കെ റെഡിയായി. ഇനി നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചൊരു ഇടത്തരം മത്തിയാണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് തിളക്കട്ടെ കേട്ടോ. അത് നമുക്ക് അരപ്പ് ഒഴിച്ചെടുക്കാം. നമുക്ക് അരപ്പയിലോട്ട് ഒഴിച്ചെടുത്ത് ജാറ് കഴുകി ഒന്ന് അതും കൂടെ ഒഴിച്ചെടുത്ത് മത്തിയാകുമ്പോൾ നമുക്ക് തേങ്ങ ലേശം, മത്തിക്ക് അയിലക്കൊക്കെ നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന കറിക്ക് തേങ്ങ കുറവ് മതി കേട്ടോ. തോന അരക്കരുത്, തോന തേങ്ങ ആ കറിക്ക് ടേസ്റ്റ് കുറയും. അപ്പൊ നമ്മളൊരു തേങ്ങ ലേശം ഒന്ന് കുറച്ചിട്ട് വേണം അതിനെ അരച്ചെടുക്കാൻ കേട്ടോ. കുറച്ച് ചപ്പും കരിയൊക്കെ എല്ലാം കൂടെ ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് അടച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ.
അപ്പൊ നമ്മളെ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നുകൊണ്ട് ഇനി പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ താളിച്ചൊക്കെ ചെയ്തത്. അതിനെ കൊണ്ട് വറവിടുന്നില്ല കേട്ടോ. വേണമെങ്കിൽ വറവിടാം. നിങ്ങൾ ഓവർ മെഴുക്ക് വേണ്ടാച്ചിട്ട് വറവ് ഒഴിവാക്കുക കേട്ടോ. അപ്പൊ അതാ നമ്മളെ മീൻകറിയൊക്കെ ഇവിടെ റെഡിയായി. നല്ല മണം ഇതുണ്ട് കേട്ടോ. കറി നല്ലൊരു കറിയാണ്. എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ നമ്മളെ കറി ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റി ആയൊരു കറി കേട്ടോ. ഇനി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.